ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു റിസൾട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സോണിയ. e-biotorium മാഗ്നറ്റിക് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ മുൻ വീഡിയോകളുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വീഡിയോയും ചെയ്തിരിക്കുന്നത്. e-biotorium മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഒരു മരുന്നല്ല, തികച്ചും ബാഹ്യമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രൊഡക്റ്റ് സീറോ സൈഡ് എഫക്റ്റ് ആണെന്നുള്ളത് ക്ലിനിക്കലി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആരും അങ്ങനെ ഒരു കാര്യത്തിലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പിന്നെ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളും നമ്മളെ വിളിക്കുമ്പോൾ കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ഒരു വെരിക്കോസ് വെയിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ വ്യക്തി ചോദിക്കുന്നത് നമ്മളോട്, അതിന്റെ റിസൾട്ട് കയ്യിലുണ്ടോ, റിസൾട്ട് എടുത്ത ആരുടെയെങ്കിലും നമ്പർ ഉണ്ടോ? ഈ രീതിക്ക് മാത്രമാണ് ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മളും അങ്ങനെയാ. കാരണം എന്താന്ന് വെച്ചാൽ, നമുക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം നമ്മളെപ്പോലെ ഉള്ളവരുണ്ടോ, അവർക്ക് റിസൾട്ട് ഉണ്ടോ, ഇതറിയാനായിരിക്കും നമുക്ക് കൂടുതൽ ആകാംക്ഷ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മളും അതുപോലെ തന്നെ റിസൾട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. എല്ലാവരും അതിന് വില്ലിങ് ആവുന്നില്ല. പക്ഷെ അവരാദ്യം ചെയ്തത് എന്താ? മറ്റുള്ളവരുടെ റിസൾട്ട് തേടുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ചോദിച്ച്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എല്ലാവരോടുമായിട്ട് പറയാം, എന്നെ വിളിക്കുന്ന ആൾക്കാർ, എന്നെ മെസ്സേജ് വിടുന്ന ആൾക്കാർ കൂടുതൽ പറയുന്നത് റിസൾട്ട് എടുത്ത ആൾക്കാരുടെ കോൺടാക്ട് നമ്പർ തരാനാണ്. അത് തരാൻ സാധിക്കത്തില്ല. കാരണം ഒരു വ്യക്തി നമുക്ക് റിസൾട്ട് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് കാണുക. അവരെ വിളിച്ച് നിങ്ങൾ ഇന്നതിന് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മളെ വിളിക്കുന്ന പോലെ അവരെ വിളിച്ചിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് നമുക്കൊരു കാര്യം ചെയ്തു തന്ന വകയിൽ ഉണ്ടാവാൻ പാടില്ല. അത് അവരാദ്യം പറയുന്നുമുണ്ട്, നമുക്കിതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നുള്ളത്. അതായത് അവരെ വിളിച്ച് ഡിസ്റ്റർബ് ആക്കരുതെന്നുള്ളത് റിസൾട്ട് തരുന്ന ആൾക്കാർ പറയുന്നുമുണ്ട്. അപ്പോ ഈ റിസൾട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്തേ, ഞാൻ രൂപേഷ്, കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പോൾ മസ്കറ്റിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഒരു തവണ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്താണ് അവിചാരിതമായിട്ടൊരു വീഡിയോ കാണുന്നത്. അപ്പൊ വീഡിയോ കണ്ട സമയത്ത് അതിൽ പറയുന്ന കാര്യങ്ങള്, ഒരു മാട്രസ് ഉണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് തെറാപ്പി എന്നുള്ളത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് യൂസ് ചെയ്തതിന്റെ ഫലമായിട്ട് ഒരാഴ്ച കൊണ്ട് ഷുഗറിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ അത് ഏത് ചാനലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അത് കണ്ട ശേഷം ഞാനത് e-biotorium ആണോ എന്നൊന്നും ആ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വീണ്ടും മാഗ്നറ്റിക് തെറാപ്പി അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് ഈ e-biotorium കാണുന്നത്. പിന്നെ ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി. അതിലൊന്നും e-biotoriumത്തിന്റെ മാട്രസുകളോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതേസമയം യൂട്യൂബിൽ ഒരുപാട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഞാൻ 2-3 യൂട്യൂബേഴ്സിനെ കോണ്ടാക്ട് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പിന്നെ എനിക്കൊന്ന് അവരത് ഡീൽ ചെയ്ത രീതി എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആകാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അവരെ പിന്നെ കോണ്ടാക്ട് ചെയ്തില്ല. പിന്നെ വളരെ അവിചാരിതമായിട്ടാണ് സോണിയ മാഡത്തിന് ഒരു 1-2 വീഡിയോസ് ഞാൻ കാണുന്നതും ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. തുടക്കത്തില് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവരുടെ റിവ്യൂസ് കാര്യങ്ങൾ, അവർ പറഞ്ഞു തരുന്ന രീതികളൊക്കെ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ലെവൽ എൻ്റെ നന്നായി വർദ്ധിച്ചു. അപ്പൊ ആ സമയത്ത് എനിക്ക് ജോയിന്റ് പെയിന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ജോയിന്റ് പെയിന് മാത്രമല്ല, എൻ്റെ ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. MRI സ്കാൻ ചെയ്ത സമയത്ത് ഡിസ്കിന് കുറച്ച് പളിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്രീറ്റ്മെന്റ് വേണമെന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഭയങ്കരമായ വേദനയല്ല, സത്യം പറഞ്ഞാൽ ഒരു തരം കടച്ചിലാണ്, പുകയുന്ന മാത്രമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോൾ ബോഡി, എല്ലാ ജോയിന്റ്സിലും പെയിൻ, അത് ഒരുപാട് വർഷമായിട്ട് തുടങ്ങിയ അസുഖമായിരുന്നു. ഇതൊക്കെ എനിക്ക് ആ സമയത്ത് ഉള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഏതായാലും ഞാൻ തീരുമാനിച്ചത് നമ്മൾ മരുന്നായിട്ടോ അങ്ങനെയൊന്നും കഴിക്കുന്ന കാര്യങ്ങളല്ല. ഇനി ഓയിൽ മാതിരി പുറമേക്ക് പുരട്ടാനുള്ളതൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ എന്തായാലും കുറവായിരിക്കാം. എന്തു തന്നെ ആയാലും ഒരു പരീക്ഷണം എന്നുള്ള രൂപത്തിൽ ഞാനിത് വാങ്ങിച്ചു. പക്ഷെ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 1 വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ കഴുത്ത് വേന, ഈ സ്പോണ്ടിലൈറ്റിസിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അത് സിവിയർ പെയിൻ ആയിരുന്നു. അതിന് നല്ല മാറ്റങ്ങൾ തുടങ്ങി. അതിനുശേഷം ഞാൻ 2 ആഴ്ച ഒക്കെ ഉപയോഗിച്ച ശേഷം എനിക്ക് ജോയിന്റ് പെയിനിൽ ഒരു 80% എൻ്റെ മാറി തന്നെ പറഞ്ഞു. വളരെ അത്ഭുതമായിരുന്നു എനിക്ക്. കാരണം അത്രമാത്രം ജോയിന്റ് പെയിന് അനുഭവിച്ച വ്യക്തിയാണ്.
അതിനുശേഷം ഞാൻ ഇപ്പം റീസെന്റ് ആയിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്ത ഒരു കാര്യം, എനിക്ക് ഡ്രൈഡ് ഐസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, കണ്ണ് വരണ്ടു പോകും. അപ്പൊ ഞാൻ അതിന് സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യുന്നത് സിസ്റ്റൈൻ ഐ ഡ്രോപ്സ് എന്ന് പറയുന്ന ഐ ഡ്രോപ്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് റെഗുലറായിട്ട്. പക്ഷെ ഇപ്പം കഴിഞ്ഞ ഒരു 5-10 ദിവസമായിട്ട് ഞാനത് നോട്ടീസ് ചെയ്യുന്ന കാര്യം, ആ കണ്ണിന്റെ വരൾച്ചയിൽ എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നു. ഞാനിപ്പോ കഴിഞ്ഞ ഒരു വീക്കായിട്ട് എനിക്ക് ആ ഡ്രോപ്സ് കണ്ണിലേക്ക് ഒഴിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അത് ഏറ്റവും നല്ലൊരു മാറ്റമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാനിപ്പോ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 1 മാസം, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസം ജസ്റ്റ് ആയതേ ഉള്ളൂ. അപ്പൊ ആ സമയത്തിനടുക്ക് തന്നെ എനിക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ആകെ മൊത്തം നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. പെയിനായാലും ശരി, ജോയിന്റ് പെയിനായാലും ശരി, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കണ്ണിന്റെ കാര്യമാണ് ചെയ്തത്, എനിക്ക് വളരെ അത്ഭുതമാണ്. കാരണം കണ്ണിന്റെ വരൾച്ച എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കഴിഞ്ഞൊരു 5-8 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റ് കണ്ണൂരിൽ തന്നെയുള്ളൊരു ഫേമസ് ഹോസ്പിറ്റലിൽ ഞാൻ ഇൻപേഷ്യന്റ് ആയിട്ട് ഒരു 14 days ട്രീറ്റ്മെന്റ് എടുത്തതാണ്. പക്ഷെ അതൊന്നും കിട്ടിയില്ല എനിക്ക് ആശ്വാസം. ഇപ്പൊ എനിക്കത് സത്യം പറഞ്ഞത് ഫീൽ ചെയ്യുന്നില്ല കണ്ണിന്റെ വരൾച്ച. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഞാൻ കാണുന്നുണ്ട് വീഡിയോന്റെ താഴെയൊക്കെ. അത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയത്തില്ല ആളുകൾ അയക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചത് ഏറ്റവും പോസിറ്റീവാണ്. വളരെ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പൊ നിങ്ങൾ ഈ റിസൾട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. ഈ രൂപേഷേട്ടൻ എന്നെ കോൾ ചെയ്ത സമയത്ത് എന്താ പറയാ, അദ്ദേഹം നമ്മളോട് ഇതിൽ പറഞ്ഞ പോലെ തന്നെ വാങ്ങിക്കാം, ഉപയോഗിക്കാം, അത്ര മാത്രം. കാരണം എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്ന കാര്യത്തെ പറ്റി പൂർണ്ണമായ ഒരു ഇതൊന്നുമില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, എനിക്ക് പ്രൊഡക്റ്റ് വേണമെന്ന് പറയുന്നു, ഞാൻ കൃത്യമായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്തു. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള ഡെയിലി വിളിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുകയല്ല, ആവശ്യമായി വരുന്ന സമയത്തെല്ലാം നമ്മൾ അതിനൊരു ഫോളോ അപ്പ് കറക്റ്റായിട്ട് കൊടുത്തു. അവരത് ഉപയോഗിച്ചു. ഇപ്പൊ അവരുള്ളത് ഗൾഫിലാണ്. അവർ കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ഇപ്പോഴും റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കേട്ട് കാണും, എത്രയോ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കഴുത്ത് വേദനയ്ക്ക് റിസൾട്ട് ഉള്ള വീഡിയോസ് ഉണ്ടോ, അല്ലെങ്കിൽ മേല് വേദനയ്ക്ക്, കാലുമുട്ട് വേദനയ്ക്ക്, ജോയിന്റ് പെയിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിരവധി കോളുകൾ വരാറുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ റിസൾട്ടുകൾ കണ്ടോ. പിന്നെ 8 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണ് ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എത്ര പെട്ടെന്നാണ് റിസൾട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പൊ 1 മാസമായിട്ടുള്ളൂ അദ്ദേഹം പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് കൊണ്ട് എത്ര കാര്യങ്ങൾക്കാണ് ഓരോരുത്തരും റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിളിക്കുന്ന ആൾക്കാരിൽ ചിലരൊക്കെ എന്താ പറയാ, ഈ വിമർശിക്കാനാണല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നല്ലോ, വിമർശിക്കാനാണല്ലോ. അപ്പൊ അവരോടൊക്കെ പറയാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ഉപയോഗിക്കുക, ഇതേപോലെ തന്നെ റിസൾട്ട് എടുക്കുക. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അതങ്ങ് വിട്ടേക്കുക. അത്രേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. കാരണം വെച്ചാൽ അത്രയ്ക്കും അമേസിങ് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ട് തോന്നുകയാണ്. അവരൊക്കെ എത്രയോ നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടുകയാണ്. അപ്പൊ അത് അവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവര് നമുക്ക് റിസൾട്ട് ഷെയർ ചെയ്ത് തരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് റിസൾട്ട് ചോദിച്ച പാടെ തന്നെ നമുക്ക് ഈ റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് വില്ലിങ് ആവുകയായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള എന്താ പറയുക, രോഗങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അതായത് ഈ റിസൾട്ട് തേടി നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ, അവരിത് കാണുക, മനസ്സിലാക്കുക, അവരെങ്ങനെ ഉപയോഗിച്ചു, റെഗുലർ ആയിട്ട് യൂസ് ചെയ്തു, കറക്റ്റായിട്ട് വെള്ളം കുടിച്ചു, നമ്മൾ പറയുന്നത് പോലെ തന്നെ അനുസരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇവർക്കൊക്കെ റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നത്. അതും നിങ്ങൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കണം. പ്രൊഡക്റ്റ് വാങ്ങിച്ചു ഉപയോഗിച്ചു റിസൾട്ട് ഇല്ല, അങ്ങനെയല്ല. പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ അത് ചെയ്യുക. വെള്ളം കുടിക്കാതെ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുന്നതിൽ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ഉപയോഗിക്കുക. എല്ലാവരും പെട്ടെന്ന് റിസൾട്ട് എടുക്കുക. അല്ലാതെ വാങ്ങിച്ചു ഉപയോഗിച്ച് റിസൾട്ട് ഇല്ല എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഞാനും ഇതേപോലെ തന്നെ വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് എടുത്ത ഒരാളാണ്. പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ ആവണം എല്ലാവർക്കും. അപ്പൊ ഈ ഒരു എന്താ പറയാ, റിസൾട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ റിസൾട്ടുകൾ കിട്ടുന്ന ഈ ഒരു ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റുള്ളവരും എന്താ പറയുക, പ്രൊഡക്റ്റ് വാങ്ങിക്കുകയോ ഉപയോഗിക്കുകയും റിസൾട്ട് എടുക്കുകയോ ഒക്കെ ചെയ്യട്ടെ. നമ്മുടെ സമൂഹമൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഇതുപോലെയുള്ള മറ്റു വീഡിയോസും എന്താ പറയുക, പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.